മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിക്കുമെന്ന് പറഞ്ഞ വീടുകൾ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ വലയുമ്പോൾ പുതിയ തന്ത്രങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് ടി സിദ്ദിഖ് MLA. വയനാട്ടിലെ ജനപ്രതിനിധികളെയും കൂട്ടിക്കൊണ്ട് സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് കാണാനായി എത്തിയിരിക്കുകയാണ് 1.5 വർഷത്തിന് ശേഷം ടി സിദ്ദിഖ് MLAയും കൂട്ടരും. ദുരന്തബാധിതർക്കുള്ള വീട് നിർമ്മാണം കോൺഗ്രസ് സ്ഥാപിത ദിനമായ ഡിസംബർ 28-ന് തുടങ്ങുമെന്നായിരുന്നു ഏറ്റവും ഒടുവിൽ വന്ന വാഗ്ദാനം. നിർമ്മാണം പോയിട്ട് ഏറ്റെടുക്കുന്ന ഭൂമി ഏതാണെന്ന് പോലും പറയാൻ കോൺഗ്രസിനായില്ല. ദുരന്തബാധിതരുടെ പേരിൽ പണം പിരിച്ചു വഞ്ചിച്ചത് തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം 28-ന് വീട് നിർമ്മാണം തുടങ്ങുമെന്ന നുണ ടി സിദ്ദിഖ് MLAയും DCC പ്രസിഡന്റ് TJ ഐസക്കും പറഞ്ഞത്. സ്ഥലത്തിന്റെ അഡ്വാൻസ് കൈമാറിയെന്നും കോണ്ടൂർ മാപ്പിംഗ് പൂർത്തിയാക്കുന്നുവെന്നും ഡിസൈനിംഗ് ടീമിനെ തെരഞ്ഞെടുത്തുവെന്നും ഈ മാസം 28-ന് നിർമ്മാണം തുടങ്ങുമെന്നുമായിരുന്നു കഴിഞ്ഞ 10-ന് സിദ്ദിഖിന്റെ പ്രഖ്യാപനം. ഏറ്റെടുത്ത സ്ഥലം ഏതാണെന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും പറയാൻ അവർ തയ്യാറായിട്ടില്ല. അഡ്വാൻസ് എത്ര നൽകിയെന്ന ചോദ്യത്തിന് പരിഹാസമായിരുന്നു മറുപടി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വഞ്ചന ഒരിക്കൽ കൂടി വെളിപ്പെട്ടു. സ്ഥലവുമില്ല, വീടുമില്ല. നാടിന്റെ ദുരന്തം വിറ്റ് കാശാക്കിയാണ് ഈ വഞ്ചന. ദുരന്തബാധിതരുടെ പേരിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ജനങ്ങളിൽ നിന്ന് കോടികൾ പിരിച്ചതാണ്. 100 വീടാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്, 30 വീട് യൂത്ത് കോൺഗ്രസും. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു 100 വീട്. പിന്നീട് രാഹുലിന്റെയും കോൺഗ്രസിന്റെയും വീട് ഒന്നാണെന്നായി വാദം. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പണപ്പിരിവ് വേറെ വേറെയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സമാഹരണത്തിനെതിരെ പ്രവർത്തിച്ചായിരുന്നു പണം പിരിച്ചത്. മുണ്ടക്കൈ ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി തറക്കല്ലിട്ടപ്പോൾ അതേ വേദിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രഖ്യാപനം സർക്കാരിന്റെ വീടിനൊപ്പം കോൺഗ്രസിന്റെ വീടും ഉയരുമെന്നായിരുന്നു. യൂത്ത് കോൺഗ്രസ് ബിരിയാണി, പായസം ചലഞ്ചുകളും നടത്തി. പ്രവാസികൾ, വ്യവസായികളിൽ എന്നിവരിൽ നിന്നെല്ലാം അവർ പണം പിരിച്ചു. എല്ലാത്തിനും ഒടുക്കം സിദ്ദിഖിന്റെ വിസിറ്റും. എന്തൊക്കെ പ്രഹസനങ്ങളാണ് കോൺഗ്രസ് കാട്ടിക്കൂട്ടുന്നതെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. അതേസമയം മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഉയരുന്ന ടൗൺഷിപ്പിൽ 237 സ്വപ്ന ഭവനങ്ങളുടെ വാർപ്പ് പൂർത്തിയായി. 5 സോണുകളിലായാണ് നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നത്. 350 വീടുകൾക്കുള്ള സ്ഥലമൊരുക്കൽ പൂർത്തിയായി. 1500 തൊഴിലാളികളാണ് ടൗൺഷിപ്പിൽ രാപ്പകൽ പ്രവർത്തിക്കുന്നത്. ടൗൺഷിപ്പിലൂടെ കടന്നു പോകുന്ന KSEBയുടെ വിതരണ ലൈൻ മാറ്റി സ്ഥാപിക്കുകയും 110 kV ലൈനിനായി 4 പ്രധാന ടവറുകളും എൽസ്റ്റണിൽ സ്ഥാപിച്ചു. ടൗൺഷിപ്പിലേക്കുള്ള റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. 3 ഘട്ടമായാണ് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നത്. 12.65 മീറ്റർ വീതിയിലുള്ള പ്രധാന പാതയ്ക്ക് 1100 മീറ്റർ ദൈർഘ്യമാണുള്ളത്. പ്രധാന റോഡിൽ ഇലക്ട്രിക് ഡക്ട് നിർമ്മാണവും സൈഡ് ഡ്രെയിൻ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. ആകെ 11.423 കിലോമീറ്റർ റോഡുകളാണ് ടൗൺഷിപ്പിൽ നിർമ്മിക്കുക. 9 ലക്ഷം ലിറ്റർ ശേഷിയിൽ നിർമ്മിക്കുന്ന കുടിവെള്ള സംഭരണി, സുവിച്ച് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഡ്രെയിനേജ് എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തിയും എൽസ്റ്റണിൽ പുരോഗമിക്കുകയാണ്.